ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ലോഗ്സിന്റെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ലൊരു അടിപൊളി നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെയർ പാക്കിന്റെ വീഡിയോ ആട്ടോ. അപ്പൊ നമ്മുടെ ഒത്തിരി ഫ്രണ്ട്സിന് പല പല പ്രോബ്ലംസ് ഉണ്ട് ഹെയറിനോട് കണക്റ്റഡ് ആയിട്ട്. അപ്പൊ ഈ ഒരു പാക്ക് നിങ്ങളുടെ ഒരുവിധം എല്ലാ പ്രോബ്ലങ്ങളും പരിഹരിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഹെയർ പാക്കാണ്. ഈ ഒരു ഹെയർ പാക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ ഞെട്ടിക്കുന്ന നല്ലൊരു അടിപൊളി റിസൾട്ട് തരും കേട്ടോ. നിങ്ങൾക്ക് മുടി കൊഴിച്ചിലുള്ളവർക്കൊക്കെ ഇത് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. മുടി കൊഴിച്ചിലൊക്കെ നല്ലപോലെ തന്നെ സ്റ്റോപ്പ് ആകും. അതുപോലെ ഒരു 2-3 യൂസ് കൊണ്ട് തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും. അതുപോലെ തന്നെ മുടിക്ക് ഗ്രോത്തിനായാലും വളരെ നല്ലതാണ്. ഇതിനകത്ത് നമ്മൾ ചേർക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും തന്നെ നാച്ചുറൽ ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് മുടിയുടെ ഗ്രോത്തിനൊക്കെ ഒത്തിരി സഹായിക്കും കേട്ടോ. അതുപോലെ മുടി സ്മൂത്ത് ആവാൻ, ഷൈനി ആവാൻ, സിൽക്കി ആവാൻ അതിനൊക്കെ പറ്റിയ നല്ലൊരു അടിപൊളി ഹെയർ പാക്കാണ്. അതുപോലെ നമ്മുടെ തലയിൽ ഡാൻഡ്രഫ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പോയി കിട്ടാനും നമ്മുടെ സ്കാൾപ്പൊക്കെ നല്ലപോലെ തന്നെ ക്ലീൻ ആയി കിട്ടാനും ഒക്കെ പറ്റിയ നല്ല ഒരു അടിപൊളി ഹെയർ പാക്കാണ് ഇത്. മുടി നരച്ചവർക്കും മുടി നരയ്ക്കാത്തവർക്കും ഏത് ടൈപ്പ് ഹെയർ ഉള്ളവർക്കും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഹെയർ പാക്ക് ആട്ടോ. അപ്പൊ നിങ്ങൾ ഇന്ന് വരെ ഇങ്ങനത്തെ ഒരു ഹെയർ പാക്ക് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോ കാണാം. നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഈ ഹെയർ പാക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഇരുമ്പിന്റെ ഒരു ചീനച്ചട്ടി കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ആ ഇരുമ്പിന്റെ ഒക്കെ ഒരു അംശവും കാര്യങ്ങളൊക്കെ നമ്മുടെ മുടിക്കൊക്കെ ഒത്തിരി നല്ലതാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് ഉണ്ടാക്കാന്ന് പറയണേ. ഇതില്ലാത്തൊരു നോർമൽ ആയിട്ടുള്ള പാത്രത്തിൽ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ എന്താ 1 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട്. അപ്പൊ ഈ വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്നിത്തിരി കൂട്ടി കൊടുക്കാം. വെള്ളം ചൂടാകുന്ന ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട പൗഡറുകളെല്ലാം റെഡിയാക്കി അടുത്ത് തന്നെ വെക്കാം കേട്ടോ. അപ്പൊ ഇതിലേക്ക് ഞാൻ എന്താ ആദ്യം ചേർക്കാൻ പോകുന്നത് നെല്ലിക്ക പൗഡറാണ്, ആംല പൗഡർ. ഇത് നിങ്ങൾക്ക് ആയുർവേദ കടകളിൽ നിന്നൊക്കെ നല്ല പ്യുവർ ആയിട്ടുള്ളത് കിട്ടും. അല്ലെങ്കിൽ പിന്നെ നല്ല കമ്പനിയുടെ നോക്കി വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ നല്ല കമ്പനിയുടെ യൂസ് ചെയ്യുമ്പോൾ, നല്ല പ്യുവർ ആയിട്ടുള്ളത് യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച ഒരു റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതാ ഞാനിവിടെ 2 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ ചൂടുവെള്ളത്തിലേക്ക് 2 സ്പൂൺ നെല്ലിക്ക പൗഡർ ചേർത്ത് നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക. അതിനകത്ത് കട്ടയൊന്നും പിടിക്കാതെ നല്ലപോലെ ഇളക്കി മിക്സ് ആക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് സമയം ഇങ്ങനെ ഇളക്കി നമ്മളൊന്ന് തിളപ്പിക്കണം. നെല്ലിക്ക നമ്മുടെ തലയ്ക്ക് എത്രത്തോളം ഗുണം ചെയ്യുന്നുള്ളത് നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനും അറിയുന്നതായിരിക്കും. നമ്മുടെ തലയ്ക്ക് നല്ലൊരു കൂളിംഗ് തരുന്ന ഐറ്റമാണ് നെല്ലിക്ക പൗഡർ. അപ്പോൾ ഇത് നമ്മൾ തലയിൽ തേക്കുന്നതുകൊണ്ട് നമ്മുടെ തലയ്ക്ക് നല്ല കൂളിംഗ് കിട്ടുക മാത്രമല്ല നല്ലൊരു ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനും ഈ നെല്ലിക്ക നമ്മളെ സഹായിക്കുന്നുണ്ട് കേട്ടോ. മുടി കൊഴിച്ചിലുള്ളവർക്ക് മുടി കൊഴിച്ചിൽ മാറിക്കിട്ടാൻ, അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിൽ നല്ല പുതിയ ഹെയർ ഉണ്ടാകാനായിട്ട്, അതുപോലെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനൊക്കെ നമ്മൾ നെല്ലിക്ക പൗഡർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നെല്ലിക്കയ്ക്ക് അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. നമുക്ക് നെല്ലിക്ക പൗഡർ പാനിലേക്ക് ചേർത്ത് ഒരു 5 മിനിറ്റ് എങ്കിലും തിളപ്പിക്കണം കേട്ടോ. 5 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഓഫാക്കി തണുക്കാനായിട്ട് നീക്കി വെക്കാം. അപ്പൊ നമ്മുടെ നെല്ലിക്ക വാട്ടറൊക്കെ നല്ലപോലെ തണുത്തു കേട്ടോ. അപ്പൊ ഈ സമയത്ത് ഞാൻ എന്താ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ ഹെന്ന പൗഡറാണ്. അപ്പൊ ഹെന്ന പൗഡർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മുടിയുടെ നല്ല കരുത്തിന്, അതുപോലെ തന്നെ മുടി സ്മൂത്ത് ആക്കാൻ, അതുപോലെ നല്ല ഷൈനിങ് കൊടുക്കാനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഐറ്റമാണ് ഹെന്ന പൗഡർ. അപ്പോൾ ഹെന്ന പൗഡർ നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങളുടെ മുടിയുടെ ലെങ്ത്തിനനുസരിച്ചൊക്കെ നിങ്ങൾ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇടുക ഹെന്ന പൗഡർ എടുത്തിരിക്കുന്നത് 2 സ്പൂണാണ്. നിങ്ങൾക്ക് 2-3 സ്പൂണൊക്കെ ചേർക്കാം കേട്ടോ. 3-4 സ്പൂൺ ചേർക്കാം. അത് നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് ചേർത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ മിക്സാക്കി അതിനകത്ത് കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ കട്ടകളെല്ലാം ഒന്ന് നല്ലപോലെ മാറി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് മിക്സ് ആക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പൊ ഇതാ നമ്മുടെ എണ്ണ പൗഡർ കൂടെ നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇപ്പൊ ഇതിനകത്ത് കട്ടകളൊന്നുമില്ല. അപ്പൊ ഈ സമയത്ത് നമുക്ക് ഇനി ഇതിലേക്ക് വേണ്ട അടുത്ത ഐറ്റം ചേർത്ത് കൊടുക്കുക. അടുത്ത ഇൻഗ്രീഡിയന്റ് ആണ് നമ്മൾ ചേർക്കുന്നത് ഭൃംഗരാജ് പൗഡർ. ഭൃംഗരാജ് പൗഡർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം കയ്യോനി പൗഡർ. അപ്പൊ ഇതായാലും നമ്മുടെ മുടിക്ക് ഉള്ള ശരിക്കും പറഞ്ഞാൽ മുടികളുടെ രാജാവ് എന്ന് പറയാം. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പൗഡറാണ് ഭൃംഗരാജ് പൗഡർ. അപ്പൊ ഇത് നിങ്ങൾക്ക് ശരിക്കും നിങ്ങളുടെ ഹെയർ ഗ്രോത്തിനൊക്കെ ഒരുപാട് സഹായിക്കുന്ന ഒരു ഐറ്റം കേട്ടോ. അപ്പൊ ഇതിനെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഐറ്റം തന്നെയെന്ന് പറയാം. നമ്മുടെ ഇന്നത്തെ ഹെയർ പാക്കിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐറ്റമാണ്. അപ്പൊ ഇത് നമുക്ക് ഈ സമയത്തിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ആക്കാം കേട്ടോ. ഭൃംഗരാജ് പൗഡർ ഞാൻ എടുത്തിരിക്കുന്നത് 2 സ്പൂൺ ആട്ടോ. അപ്പൊ അതും നമ്മുടെ ഈ പാക്കിലേക്ക് ചേർത്ത് നല്ലപോലെ മിക്സ് ആക്കി കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം മാറ്റി നല്ലപോലെ തന്നെ മിക്സ് ആക്കി എടുക്കാം നമുക്ക്. അതിനുശേഷം നമ്മുടെ അടുത്ത ഐറ്റമാണ് ഷിക്കാക്കായ് പൗഡർ. ഷിക്കാക്കായ് പൗഡറിനെ പറ്റിയും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഷിക്കാക്കായ് ശരിക്കും പറഞ്ഞാൽ മുടി വളരാനുള്ള ഏറ്റവും ഒരു ബെസ്റ്റ് ഐറ്റമാണ്. അതുപോലെ ഡാൻഡ്രഫ് കാര്യങ്ങളൊക്കെ പോയി നമ്മുടെ സ്കാൾപ്പിനെയൊക്കെ നല്ല ക്ലീൻ ആക്കി വെക്കാൻ പറ്റുന്ന
ഒരു ബെസ്റ്റ് നമ്പർ 1 ഐറ്റമാണ്. അപ്പോൾ ഷിക്കാക്കായ് പൗഡറും ഒത്തിരി നല്ലതാണ് നമ്മളിങ്ങനെ പാക്കിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതും ഞാൻ 2 സ്പൂൺ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്ത് നമുക്ക് വീണ്ടും കട്ടകളൊക്കെ കളഞ്ഞ് നല്ലപോലെ മിക്സാക്കി അങ്ങനെ എടുക്കാം കേട്ടോ. ഹെയർ പാക്കിലേക്ക് വേണ്ട ലാസ്റ്റ് ഐറ്റമാണ് നമ്മുടെ ചെമ്പരത്തി പൗഡർ, ഹിബിസ്കസ് പൗഡർ. അപ്പൊ ഇതും നമുക്കൊരു 2 സ്പൂൺ യൂസ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഈ പൗഡർ കൂടുതൽ യൂസ് ചെയ്യണമെങ്കിൽ കൂടുതൽ എടുക്കാം കേട്ടോ. ഇതും 3 to 4 ഒക്കെ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. മുടിയുടെ ഗ്രോത്തിന് ഷിക്കാക്കായ് പൗഡർ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ചെമ്പരത്തിയുടെ ഈ ഹിബിസ്കസ് പൗഡർ, ചെമ്പരത്തി പൗഡർ, ഇതും നമ്മളെ ഒത്തിരി സഹായിക്കുന്നത്, നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഒത്തിരി പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഐറ്റമാണ് ഹിബിസ്കസ് പൗഡർ. അപ്പോൾ നമ്മൾ ഈ പാക്ക് ഉണ്ടാക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഒരു 5 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ്. അപ്പോൾ ഈ 5 ഇൻഗ്രീഡിയൻസും നിങ്ങൾ കണ്ടു ഞാൻ ചേർക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഇത്തിരി കൂടുതൽ ഒക്കെ നിങ്ങൾ ചേർത്തെന്ന് വെച്ചൊന്നും കുഴപ്പമില്ല, നിങ്ങളുടെ ഹെയറിൻ്റെ ലെങ്ത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം ചേർത്ത് നല്ലപോലെ മിക്സ് ആക്കാം. മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഇത് ഒരു ദിവസത്തേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് നീക്കി വെക്കണം. ഇനി നമുക്കിത് നാളെ എടുക്കാം. അപ്പോൾ ഒരു ശരിക്കും പറഞ്ഞാൽ 24 hours ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ എടുക്കുന്നതാണ് ഇതിന് നല്ല റിസൾട്ട് തരുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി ഇത് അടച്ച് നീക്കി വെക്കാം കേട്ടോ. നമ്മൾ ഈ ഹെയർ പാക്ക് യൂസ് ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മുടെ ഹെയറിലുള്ള എണ്ണമയൊക്കെ നല്ലപോലെ തന്നെ ഷാമ്പൂ ഇട്ട് തേച്ച് കഴുകി ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം കേട്ടോ നമ്മൾ ഈ പാക്ക് യൂസ് ചെയ്യേണ്ടത്. ഞാൻ എൻ്റെ ഹെയറൊക്കെ ഇതവിടെ നല്ലപോലെ വാഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതാ എൻ്റെ ഹെയറിലും ഗ്രേ ഹെയർ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഗ്രേ ഹെയറിന് പറ്റിയ ഒരുപാട് പാക്കുകളുണ്ട്, അപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള പാക്കുകൾ. അപ്പോൾ അത് ഞാൻ വരും വീഡിയോസിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ഒത്തിരി ഫ്രണ്ട്സ് ഡിസംബറിൽ തന്നെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, നല്ല ഹെയർ പാക്കോ അതുപോലെ തന്നെ ഹെയർ ഡൈ നാച്ചുറൽ ആയിട്ടുള്ളതൊക്കെ ചേച്ചി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കാണിക്കണമെന്നും പറഞ്ഞ്. പക്ഷെ അപ്പോഴൊന്നും നമുക്ക് കാണിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു. കാരണം ഞങ്ങൾക്ക് വിന്റർ സീസൺ ആയതുകൊണ്ട് തന്നെ അങ്ങനത്തെ പാക്കുകളൊന്നും നമുക്ക് ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ അല്ല അപ്പോൾ. അതുകൊണ്ടാട്ടോ ഞാൻ അപ്പോൾ ഒന്നും ചെയ്യാതിരുന്നത്. ഇപ്പം എന്തായാലും വിന്റർ കൂടെ നല്ലപോലെ തന്നെ കുറഞ്ഞു. അപ്പോൾ വരും ദിവസങ്ങളിൽ ടൈം കിട്ടുന്ന പോലെ ഞാൻ വീഡിയോ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഒരുപാട് ഹെയർ ഡൈകളുണ്ട്, അതുപോലെ തന്നെ ഹെയർ പാക്കുകളുണ്ട്, അതുപോലെ ഫേസ് പാക്ക് ഉണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് വരും ദിവസങ്ങളിൽ സമയം കിട്ടുന്ന പോലെയൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇത് ഞാനിപ്പോൾ നെക്സ്റ്റ് ഡേ എടുക്കുന്ന വീഡിയോ കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസത്തേക്ക് നമ്മുടെ ഹെയർ പാക്ക് ഒക്കെ ഒരുവിധം നല്ല ബ്ലാക്ക് കളറൊക്കെ കിട്ടിയിട്ടുണ്ട് ഇതിന്. അപ്പോൾ നിങ്ങൾക്ക് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 24 hours ഒക്കെ വെക്കണമെങ്കിൽ വളരെ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ ഒരു ഡാർക്ക് കളർ കിട്ടാൻ ഇത് സഹായിക്കും. അപ്പോൾ അങ്ങനെ 2 ദിവസം വെച്ചു ഒരു കുഴപ്പമില്ല. നമ്മുടെ ഇരുമ്പ് ചട്ടിയിലിരുന്ന് അത് ഒന്നും കൂടെ ആ ഒരു ഡാർക്ക് കളർ കിട്ടാനും അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് നല്ലപോലെ മിക്സ് ആയി കിട്ടാനും ഒക്കെ വളരെ നല്ലതാണ്. അപ്പം ഞാൻ എന്തായാലും നമ്മുടെ ഈ ഹെയർ പാക്ക് തലയിൽ തേക്കാൻ പോവാണ്. അപ്പോൾ തലയിൽ തേച്ച് പെട്ടെന്ന് തന്നെ വരാം കേട്ടോ. അപ്പോൾ ഞാൻ തലയിൽ നല്ലപോലെ തന്നെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് കൂടുതൽ ഗ്രേ ഹെയർ ഉള്ളിടത്ത് കൂടുതൽ തേക്കുക, അല്ലാത്തടത്ത് നോർമൽ ഹെയർ പാക്കായിട്ട് തേക്കുന്നവരാണെങ്കിൽ നല്ലപോലെ സ്കാൾപ്പിലൊക്കെ നല്ലപോലെ തന്നെ തേച്ച് പിടിപ്പിക്കുക. ഒന്നുകൊണ്ടും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, നാച്ചുറൽ ആയിട്ടുള്ളതാണത്. അപ്പോൾ അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് തേക്കുക. ഗുണം ചെയ്തില്ലെങ്കിലും ദോഷം ചെയ്യാത്ത ഒരു ഐറ്റമാണ്, അതുകൊണ്ട് ഒന്നുകൊണ്ടും പേടിക്കേണ്ട. ആഴ്ചയിൽ 2 പ്രാവശ്യം നമ്മളിങ്ങനെ ഹെയർ പാക്ക് ഇടണമെങ്കിൽ നമുക്ക് നമ്മുടെ ഗ്രേ ഹെയറിനെ കറുപ്പിച്ചെടുക്കാനും നല്ലതാണ്, അതുപോലെ തന്നെ നമ്മുടെ ഹെയർ ഗ്രോത്തിനും ഒത്തിരി നല്ലതാണ്. ഇതിനകത്ത് ചേർന്നിരിക്കുന്ന കൂട്ടുകളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ എല്ലാം നാച്ചുറലാണ്, നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നമുക്കൊരു 2 to 3 hours ഇതേപോലെ തന്നെ വെക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കൂടെ നിങ്ങൾക്ക് ഷവർ ക്യാപ്പ് വേണമെങ്കിൽ ഷവർ ക്യാപ്പ് വയ്ക്കാം, ഇല്ലെങ്കിൽ ഒരു പോളിത്തീൻ കവർ വെച്ചായാലും നമ്മുടെ ഹെയറിനെ ഒന്ന് കവർ ചെയ്ത് വെക്കുക. അപ്പോൾ ടൈമുള്ളവരൊക്കെ ആണെങ്കിൽ ഒരു 3 hours വെക്കുക. അപ്പോൾ നല്ല ഇഫക്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ ടൈം ഇല്ലെങ്കിൽ മിനിമം 1 hour എങ്കിലും വെക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഇത് നമ്മൾ വെക്കണോണ്ട് ഒരു ഗുണം ഉണ്ടാവില്ല, ഇത് പിടിക്കില്ല. അത് ശരിക്കും മുടിയൊന്നും നല്ലപോലെ നമ്മുടെ സ്കാൾപ്പിലൊന്നും നല്ലപോലെ പിടിക്കില്ല. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ഒരു ഫലം കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് 3 hours വയ്ക്കാൻ മാക്സിമം ശ്രമിക്കുക. അപ്പോൾ ഞാൻ 3 hours കഴിയുമ്പോൾ മുടി കഴുകിയതിന് ശേഷം പിന്നെ നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഞാൻ ഹെയർ പാക്ക് ഒരു 2 മണിക്കൂറൊക്കെ വെച്ചോളൂ കേട്ടോ. എനിക്ക് അത്രയ്ക്ക് സമയം കിട്ടിയുള്ളൂ വെക്കാൻ. അങ്ങനെ ഹെയർ പാക്കൊക്കെ വെച്ച് കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. ഹെയറൊക്കെ വാഷ് ചെയ്തതാ കളറൊക്കെ ഒരുവിധം പിടിച്ചിട്ടുണ്ട് കേട്ടോ. മുടിക്കൊക്കെ നല്ലൊരു പ്രത്യേക ഒരു സിൽക്കി ആൻഡ് സ്മൂത്ത് ഫീലിംഗ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തോന്നി എനിക്ക്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വളരെ നല്ലൊരു ഹെയർ പാക്കാണത്. നമ്മൾ മുടി വാഷ് ചെയ്യുന്ന നേരത്ത് ഷാമ്പു ഒന്നും ഉപയോഗിക്കാതിരിക്കുക, സിമ്പിൾ വെള്ളത്തിൽ മാത്രം വാഷ് ചെയ്ത് വരാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു സുഖം കേട്ടോ. മുടി കഴുകിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ
നല്ലൊരു സുഖം ഫീൽ ചെയ്യുന്നുണ്ട്. ഒന്നാമത് ഇതിനകത്ത് നമ്മൾ നെല്ലിക്കപ്പൊടിയൊക്കെ ചേർക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ തലയ്ക്കൊക്കെ നല്ലൊരു കൂളിംഗ് ഒക്കെയാണ്. അതുപോലെ മുടി വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് തോന്നും. പക്ഷേ എന്താ പറയുക, നല്ല ഉള്ളും തോന്നിക്കും. എൻ്റെ മുടിയൊക്കെ കണ്ടോ, നല്ല ഉള്ളു തോന്നുന്നത്, നല്ല ഉള്ളും ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ മുടിക്ക് ഉള്ളു കുറവുള്ളവർക്കും കൂടെ ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ഹെയർ പാക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എനിക്കെന്തായാലും വളരെ ഇഷ്ടപ്പെട്ടൊരു ഹെയർ പാക്കാണിത്. ഇതിനകത്തൊന്നും കെമിക്കൽസ് കാര്യങ്ങൾ നമ്മൾ ഒന്നും ചേർക്കുന്നില്ല. അതാണ് ഈ ഹെയർ പാക്കിൻ്റെ മെയിൻ പ്രത്യേകത. എല്ലാം നാച്ചുറലാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് കരുതുന്നു. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ ലിജീസ് വ്ലോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ.